ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് മഴക്കാലത്ത് ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചയുള്ള സ്ഥലത്താണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിലെ വിളക്കുപാറയിലാണ്. ഇതിനെയൊക്കെ മെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എടാ കൊള്ളാലോടാ വ്യൂ കണ്ടോ. നിങ്ങൾ കൊല്ലം ജില്ലയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഈ സ്ഥലത്ത് വരണം. നല്ല കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ, ഫോട്ടോയ്ക്കും കാര്യങ്ങൾക്കും. ഗേസ് കണ്ടോ, അവിടെ പണിയെടുക്കുന്നുണ്ടോ കുറേ പേര്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. എന്തുകൂടെ പറയാനുള്ളത് നിനക്ക്? നാണോ അവൻ്റെ വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ നാണോ? ഗൈസ് കണ്ടോ, അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത്. അവിടെ കോടയൊക്കെ കാര്യങ്ങളൊക്കെ എറിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ വന്നതാണ്. അപ്പം നമ്മൾ തിരിച്ചു വന്നപ്പം ഇങ്ങോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ച്. കണ്ടോ, എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഇടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ് ഈ സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വിളക്കുപാറയിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ KSRTC ഒക്കെ നിർത്തിയിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ സ്പോട്ട്. കറക്റ്റ് നമുക്ക് ഇറങ്ങി നിൽക്കാൻ. അപ്പുറത്തൂടെ നമുക്ക് നല്ല രീതിയിൽ വ്യൂ കിട്ടുമായിരുന്നു, പക്ഷെ അവിടെ ഇപ്പം നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഇപ്പുറത്ത് ഈ ഒരു കാഴ്ചയിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ അവിടെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വേറെ സ്പോട്ടുണ്ടോയെന്ന് തപ്പുവാണ്. ഇവിടെ കാറ് കിടപ്പുണ്ട്. കണ്ടോ, പശുക്കളെയൊക്കെ ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഇനി അത് കാണിച്ചില്ലെന്ന് വേണ്ട. ദേ പാന മുറിച്ചിട്ടേക്കുന്നുണ്ടോ, എണ്ണപ്പന തന്നെ. ഏകദേശം അപ്പം നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് വരാം. ഇത് അപ്പുറത്തൂടെ വേറെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതല്ല യഥാർത്ഥ സ്പോട്ട്. നമ്മൾ ആ വഴിയിലോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. എന്ത് കഴിച്ച് ഒരു ചായ കുടിച്ചിട്ട് വരാം. ഏകദേശം നല്ല തണുപ്പുണ്ട്. ഇത് ഗ്രാമീണ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കന്നുകാലികളൊക്കെ കാണാം. ചേട്ടാ വഴി വേറെ വഴിയുണ്ടോ? അതുവഴി കൂടെ കയറാൻ പറ്റുമല്ലേ? അതിപ്പോൾ അടച്ചിട്ടേക്കുവാണല്ലോ. ആണല്ലേ, കയറി പോവല്ലേ കൂടെ? ഞാൻ ആയൂരിന്ന് വരുവാ. ജസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് സജി. ഓക്കെ ഏട്ടാ, ശരി. അങ്ങനെ ചായ കുടിച്ചു. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകണം. യഥാർത്ഥ വഴി ഇവിടെ അല്ല, കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ചേട്ടൻ്റെ ചായക്കടയിൽ വന്ന് ചായയും പരിപ്പോടെ. ഇവിടെ പരിപ്പോടെയും. ചേട്ടാ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ? ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് ഷാജാൻ. അപ്പം ഇവിടെ വരുന്നവരെല്ലാം നമ്മുടെ ഇളവൻകുഴിയിൽ ഇവിടെ ചായക്കടയിൽ വന്ന് ചായ കുടിച്ചിട്ട് ചേട്ടൻ്റെ പുഞ്ചിരി കൊണ്ടേ പോവാവും അല്ലേ? അപ്പോൾ പോട്ടെ ചേട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. കേസ് നമ്മൾ ആദ്യം വന്നത് ഇവിടാണ്. നമ്മൾ അടുത്ത യഥാർത്ഥമായിട്ട് സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. കാറെടുക്കാൻ പോയി. ഇത് നമ്മൾ വിളക്കുപാറയിൽ വരുന്നത് ഈ വഴിയാണ്. അവിടുന്ന് വരുവാണെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റിലോട്ട് ഈ വഴി. കണ്ടോ, ചെറിയ ഇടുങ്ങിയ വഴി കേട്ടോ. കാറൊക്കെ കഷ്ടിച്ച് പോവാം. ഇവിടൊക്കെ ആണെങ്കിൽ ഏത് പട്ടിക്കാട്ടിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ റോഡുണ്ട്. അതൊക്കെ നമ്മളവിടെ ഒന്നും ഇതുവരെ അവർ 2018 ഇതുവരെ കരകയറിയിട്ടില്ല. ഇവിടെയൊക്കെ കണ്ടോ, കണ്ടോ ഗൈസ്. നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചറായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ വിളക്കുപാറയിൽ പനത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കീട്ടിലും വ്യൂ ആണ്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ടാണോ വഴി അതോ റൈറ്റോ താഴോട്ട്? ആണല്ലേ ഗൈസ്. ഇവിടാണ് അന്നൊരു ദിവസം തീയൊക്കെ കത്തിയത്. അത്യാവശ്യം നല്ല രീതിയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇവർക്ക്. കാണാദൂരം കിടക്കുന്ന എണ്ണപ്പനകൾ. ഇതിനകത്ത് ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ, അടിപൊളി ഒരു കുളം, മറ്റാ കുളം ആണല്ലേ. അവനെ വിളിച്ചാൽ അറിയാം.
ഇവിടെ കാണാൻ നിന്ന് എണ്ണയോ വല്ലതും തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നേ അല്ലേ ഗൈസ്. എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഫാക്ടറി നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ സ്ഥലം കണ്ടോ? ഗൈസ് ഇതാണ് നമ്മുടെ വറ്റാക്കുളം. ഒരിക്കലും വറ്റാത്തൊരു കുളമാണ്. കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ഈ പനത്തോട്ടത്തിനിടയിലാണ് കുളം. എന്തുകൂടെ ഇത് മൊത്തം എണ്ണ കണ്ടോ? ഒരിക്കലും പറ്റാത്തൊരു കുളം. ഇവിടെ അധികം ടൂറിസ്റ്റ് ഒന്നും വരത്തില്ല ഇപ്പം. ഗൈസ് ഇവിടാണ് എണ്ണപ്പനയുടെ ഫാക്ടറി. കണ്ടോ? നമ്മൾ അവിടുന്ന് വന്നപ്പോഴേ ഇതിൻ്റെ പുക കണ്ട് സ്പോട്ട് ചെയ്തേ. അതുകൊണ്ട് അവിടെ ഗൈസ് ഇതും കണ്ട് മീനൊന്നും പിടിക്കാൻ പറ്റല്ലേ, നാട്ടുകാരുടെ നിന്ന് അടിയിട്ട് പോയി. ചട്ടി പോകുന്നല്ലേ ഗൈസ്. ഇത് കണ്ടോ? എണ്ണപ്പനയുടെ അവിടുന്ന് എണ്ണ പാം ഓയിൽ ആക്കിയ ശേഷം അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റാണ് ഇത് ഈ കുളം കണക്ക് കാണുന്നത്. കാണുമ്പോൾ തോന്നുന്ന ഒരു ഫ്ലാറ്റായിട്ട് കിടക്കുവാന്ന്. ഗൈസ് ഇതാണ് നമ്മുടെ അരിമ്പാറ പോകുന്ന ഒരു ചെടി. ഇത് അരച്ച് വെച്ചാൽ മതി അല്ലേ? കറയുണ്ട്. ഈ കറ ഉണ്ടോ? ഈ കറ അരച്ച് വെച്ചാൽ മതി. നിങ്ങളുടെ അരിമ്പാറ പോകും. ഇതിൻ്റെ പേരെന്തുവാടാ? ആണല്ലേ? കൊള്ളാം. പക്ഷെ എന്തൊരു കറയുടെ മെയിൻ റോഡ്. തോട്ടത്തിനിടയിൽ കൂടെ നമ്മൾ മെയിൻ റോഡിലോട്ട് നമ്മൾ കയറി. മെയിൻ റോഡ് എന്നൊക്കെ എഴുതി കാണിക്കുന്നത് അവിടെ ഇവിടെ ആയിട്ട്. മെയിൻ റോഡിലോട്ട് ഇറങ്ങാനുള്ള വഴിയാണ് തോന്നുന്നു. എണ്ണപ്പന ഇതൊക്കെ എന്ത് ചെയ്തായിരിക്കും? പന്നലായി കിടക്കുന്നതാണോ അതോ കിളച്ചിട്ടേ കണ്ടോ? ആണല്ലേ ഗൈസ് കണ്ടോ? കുരു മാത്രമായിട്ട് പറിച്ചുകൊണ്ട് പോയിട്ട്